എത്ര ദിവസമായി എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിട്ട് 1200 നന്നാക്കാൻ നിങ്ങളൊന്നും തരികയെ. എടാ അമ്മ പണിക്കൊന്നും പോണില്ലല്ലോ, എനിക്ക് എവിടുന്ന പൈസ? ജിപ്പാനോട് ചോദിച്ചോക്കോണ്ടിട്ടാ. ചോദിച്ചേണ്ട താമസമുള്ളൂ, ഇപ്പൊ വേഗം എടുത്തരും. പാപ്പാ കല്ലേ തന്നെ ഒരു കൊരഞ്ഞ സ്വഭാവം. താനുപ്പാ ഇപ്പൊ ഒരു കൊരഞ്ഞ സ്വഭാവക്കാരനടാ. എനിക്കൊന്ന് കേക്കണം. എന്റെ ഉപ്പാക്ക് ഞങ്ങൾ 5 മക്കളെയും എന്റെ ഉപ്പ ഒരു പരിക്ക സ്വഭാവക്കാരന് അല്ല, മനസ്സിൽ സ്നേഹമുള്ള പുറത്തൊരു പരിക്ക സ്വഭാവം കാട്ടുന്ന ഒരാളെ. ഞാൻ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ഇന്നത്തെ മാറ്റമൊന്നുമല്ല, A+ അങ്ങനത്തെ സംഗതി ഒന്നും അല്ല. എഴുതിയില്ല. 210 മാർക്ക് കിട്ടിയാൽ ജയിച്ചുള്ളൂ. ഇതേമാതിരി എല്ലാവരും ജയിച്ചിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ ജയിച്ചുള്ളൂ. അന്ന് നമ്മളെ നാട്ടിൽ ഞാൻ മാത്രമേ ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ടീച്ചർമാരും മാഷന്മാരും എല്ലാവരും വന്നിക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ചലും ഷെയ്ക്കാൻ്റെ തല്ലും വലിയൊരു സന്തോഷം അന്ന് പേരിൽ. പക്ഷെ എൻ്റെ അപ്പ അപ്പോൾ കയറി വന്നിട്ടോ. ഇപ്പൊ എന്നെ നോക്കിക്കാണ്ട് ഒന്ന് മൂളിക്കാണ്ട് ഇപ്പോൾ പോയി. അതെനിക്ക് വല്ലാത്തൊരു സങ്കടമായിടാ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് സൗദിക്കൊരു വിസ വന്നു. അങ്ങനെ ഞാനിവിടുന്ന് സുബൈക്കാണ് പെരയിന്ന് ഇറങ്ങേണ്ടത്. അന്ന് രാത്രി ഇപ്പ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. രാവിലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഇപ്പൊ പൊട്ടിക്കഴിയുന്നു. ഇപ്പൊന്ന് കെട്ടിപ്പൊടിച്ചെന്ന് എനിക്ക് പൂതിണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സതിന് സമ്മതിച്ചില്ലടാ. അങ്ങനെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നപ്പോഴേ ഈ സങ്കടങ്ങളൊന്നും പറയാന് എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലടാ. നമ്മളെ കുട്ടിക്കാലത്തെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്കതൊരു ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് ഇപ്പം ഇല്ലാതായിരിക്കുമ്പോഴാണ് നമുക്കവിടെ നമ്മളെ പല പേര് അറിയുള്ളടാ. ഞാനൊന്നുണ്ടായത് പറയില്ല എന്നോട്. എനിക്കതിനെ ഇഷ്ടമില്ലായിട്ടുമല്ല, നമ്മളെ പ്രാരാബ്ദത്തിന്റെ അടിയിൽ നിങ്ങളൊക്കെ പണം നോക്കാൻ കഴിയാതാവുമ്പോഴാണ് ഇപ്പൊ ഈ പരിക്ക സ്വഭാവക്കാരാകേണ്ടത്. അത് നിങ്ങളെ മക്കള് ഒന്ന് മനസ്സിലാക്കണുണ്ട്.